ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. D4 ഡേവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് നമ്മൾ നീലുവിൻ്റെ മുട്ടടിക്കാൻ വേണ്ടിയിട്ട് പഴനിമല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴനിക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകും. ഏകദേശം പുലർച്ചെ ഒരു 4:30-5 മണി സമയത്താട്ടാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. നമ്മൾ ഇറങ്ങിയ സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ കുതിരാനൊക്കെ കയറുന്ന സമയത്ത് നല്ല മഴയായി. ഏകദേശം 8-9 മണിയാകുമ്പോൾ പഴനിയിൽ എത്തുന്നതാണ് മാപ്പ് കാണിക്കുന്നത്. ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് അറിഞ്ഞില്ല, പക്ഷേ ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ അതേ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ വഴിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ, കേരളക്കര കഴിഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ സൂപ്പർ വഴി തുടങ്ങി. പിന്നെ ഈ വഴിക്ക് തിരക്കൊക്കെ വളരെ കുറവാട്ടോ. പിന്നെ നമ്മുടെ അവിടെ മാത്രമല്ല കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ, ഇവിടെയൊക്കെ നല്ല വെയിലാണ്. പിന്നെ പോണ വഴിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അറ്റത്തൊക്കെ കാറ്റാടിപ്പാടങ്ങൾ കണ്ടു തുടങ്ങി. അടിപൊളി സ്ഥലമാട്ടത്. വരുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കണം. പിന്നെ നമുക്ക് ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ള ഒരു രീതിയിലാണ് പോണത്. ഈ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാട്ടാ. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗിയായിരുന്നു. പണിക്ക് പോകുമ്പോൾ ഈ സ്ഥലം ഒന്ന് മിസ് ചെയ്യായിരിക്കും കേട്ടോ. അടിപൊളി സ്ഥലം അതൊക്കെ. ഞാൻ ലാസ്റ്റ് പഴനി പോയത് ഏകദേശം 2015 തോന്നുന്നു. ഏകദേശം ഇപ്പോൾ 10 വർഷത്തോളമായി. എല്ലാവരും പറഞ്ഞു പഴനി പണ്ടത്തെ പോലെ അല്ലാന്ന്, ഭയങ്കര മാറ്റങ്ങളാണ്. അപ്പം നോക്കാം. അങ്ങനെ 4-5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പഴനിമല എത്തിയിട്ടാണ്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഇപ്പോൾ 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പോരണ വഴി ഹോട്ടലൊന്നും കിട്ടാത്ത കാരണം ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഹോട്ടലിൽ നിന്ന് ചെറുതായിട്ട് ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഈ കാണുന്ന ഈ 1-ാം നമ്പർ ഗേറ്റ് ഉണ്ടല്ലോ, ഈ 1-ാം നമ്പർ ഗേറ്റിനവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാറ്ററി വണ്ടി വരും. ഈ കാണുന്ന ബാറ്ററി വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു ബാറ്ററി വണ്ടി ഉണ്ടല്ലോ, ഇതിങ്ങനെ പഴനിമല ചുറ്റി വരുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പിലൊക്കെ ആൾക്കാർക്ക് കയറും ചെയ്യാം, ഇറങ്ങും ചെയ്യാം. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഇതിന് ഫ്രീ ആയിട്ടാണ്. അതായത് അതിൽ നല്ലൊരു കാര്യമായിട്ടാണ്. 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഏകദേശം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടാ. പിന്നെ ഒരു കാര്യം, നമ്മൾ ചെരുപ്പിടാണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല ചൂടാണ്, കാലൊക്കെ പുള്ളിത്തകട് കൂടിയും. നമ്മൾ അമ്പലത്തേക്ക് കയറുന്നിടത്ത് തൊട്ടടുത്ത് തന്നെ ചെരുപ്പ് മൊബൈലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചെരുപ്പിടാണ്ട് അവിടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മൾ മൊട്ടടിക്കാനായിട്ട് സ്ഥലത്തെത്തിയിട്ടാണ്. ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൊട്ടടിക്കാനായിട്ട് അവിടെ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട ടിക്കറ്റ് എടുക്കാനായിട്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഓരോരോ അണ്ണന്മാർ നമ്മൾ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അവർ പറയും ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം, പാൽക്കണ്ടി കൊണ്ടുപോകണം, മുട്ടടിക്കാനായിട്ട് ഇവിടെ 200 രൂപ വയ്ക്കണം, എന്നാലാണ് അവിടെ ചേരുള്ളൂ എന്നൊക്കെ പറയും. വെറുതെ നമ്മളെ പറ്റിക്കാനായിട്ടുള്ള ഓരോരോ ടീമുകളാണ്. അതിൽ ഒരിക്കലും ചെന്ന് പെടരുത് കേട്ടോ. നമുക്കതിൻ്റെ ഇടയിൽ ഒരു നൈസായിട്ട് പണി കിട്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇവിടെ ഇതേപോലെ പൈസ പിടുങ്ങാനായിട്ട് കുറേ ടീമുകളുണ്ട് കേട്ടോ. നമ്മൾ ചെന്നിറങ്ങി നോക്കി നിൽക്കും ഓരോ ടീമുകൾ. മുട്ടടിക്കുമ്പോൾ കരയെന്ന് വെച്ചിട്ടേ മൊബൈലിൽ ഒരു കാർട്ടൂൺ വെച്ചെടുക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ അയാളാണെങ്കിൽ മൊബൈലിൽ കാർട്ടൂൺ തപ്പിക്കൊണ്ടിരിക്കുക, ഇവൻ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ഒരു സൈഡിലേക്ക് ചെരിച്ചിരുത്തി കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് മുടി പഠിച്ചു തുടങ്ങിയിട്ടാണ്. ഈ മുടി പഠിച്ചു തുടങ്ങിയിട്ട് അവൻ കരച്ചിലൊന്നും ഇല്ലട്ടാ, കാർട്ടൂൺ കണ്ടു തന്നെ ഇരിക്കുക. ഞങ്ങൾ വിചാരിച്ചു അവൻ കരഞ്ഞ് പൊളിക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുട്ടീരെ മുടി പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ വണ്ടി ഇറങ്ങിയ വശം തന്നെ ഒരു ടീമുകൾ ഓടി വന്നു കേട്ടോ. അവർ മുട്ടടിക്കാനെന്ന് പറഞ്ഞിട്ട് അവരുടെ കടയിലേക്കാണ് കൊണ്ടുപോയത്. ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് സ്ഥാപനമാണ്. ആ അണ്ണൻ തന്നെ എന്നോട് പറയാട്ടോ, ഇവിടെ കുറേ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് അതിനൊന്നും ചെന്ന് പെടാണ്ട് ഇവിടുന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് കൊണ്ട് അവിടെ ഓഫീസിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ഇവിടെ ഫ്രീ ആണ്. തല മുട്ടടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ദക്ഷിണ കൊടുക്കണം, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് അവിടെ 200 രൂപയും കൊടുപ്പിച്ചു, ഒരു പാൽക്കണ്ടിയും തന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഫുള്ള് ടൈപ്പ്. ഫലത്തിൽ വന്ന ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ പാടും. നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ പറ്റിക്കില്ല എന്ന് തോന്നുന്നു. നീലനാണെങ്കിൽ മുടി പറ്റിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടാ, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കാർട്ടൂൺ കണ്ടിട്ട്. ബാക്ക് ഭാഗത്ത് മോൾ ഭാഗത്ത് മുടിയൊക്കെ പഠിച്ചു കഴിഞ്ഞോട്ടാ. ഇനി ഫ്രണ്ട് ഭാഗത്താണ് പഠിക്കാനുള്ളത്. അങ്ങനെ അവൻ തിരിച്ചിരുത്തി. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം പഠിച്ചുകൊണ്ടിരിക്കട്ടാ. അവനിങ്ങനെ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ. സംഭവം മുടി പഠിക്കേണ്ട അറിഞ്ഞിട്ടില്ല എന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ മുടി പഠിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയ ആൾ പിന്നെ കരച്ചിലായിരുന്നു. ആളുടെ മുഖം ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫോണിൽ നോക്കിയിരിക്കായിരുന്നു. പിന്നെ 2-3 ആൾക്കാർ പിടിച്ചിട്ടാണ് ബാക്കിയുള്ള മുടിയൊക്കെ പഠിച്ചത്. പിന്നെ അവൻ്റെ കരച്ചിൽ തന്നെയാട്ടാ. ഇപ്പോൾ മൊബൈലും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ അവൻ്റെ മുട്ടടിക്കലും ഞങ്ങളുടെ മലകയറ്റവും തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെത്തിയിട്ടാണ്. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മൾ മൊബൈലൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തേക്കായിരുന്നു. പണ്ടത്തെ പോലെയല്ല, മൊബൈലൊന്നും ഇപ്പോൾ മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഭയങ്കര ചെക്കിങ് ആണ്. നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ മുകളിലേക്ക് കടത്തി വിടും തന്നെ. പക്ഷേ ചില ആൾക്കാർ അവിടെ ഫോണൊക്കെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കണേ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വണ്ടിക്ക് കാത്ത് നിന്ന് നമ്മുടെ വണ്ടിക്ക് കയറി വീണ്ടും നമ്മൾ 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടേക്ക് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണിയായിട്ടാണ്. ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ ഫുഡ് കൊടുക്കണമായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മല ഇറങ്ങി വന്നത്. നമ്മൾ നടന്നിട്ട് തന്നെയാട്ടാ മല കയറിയതും മല ഇറങ്ങിയതും. നമ്മൾ റോപ്പ് വേ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. നമ്മൾ മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടന്നിട്ടാണ് കയറുള്ളൂ. അങ്ങനെ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല കേട്ടോ. മല കയറാനും ഇറങ്ങാനും ഒന്നും പ്രശ്നം തോന്നില്ല കേട്ടോ. എനിക്കും തോന്നിയില്ല, എൻ്റെ കൂടുതലുള്ള ആർക്കും തോന്നില്ല കേട്ടോ. സുഖമായിട്ട് കയറും ഇറങ്ങുകയൊക്കെ ചെയ്തു ഞങ്ങൾ. ഈ പഴനിയിലേക്ക് മുട്ടടിക്കാൻ പോകുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പൊക്കോളട്ടാ, ഇവർ പറ്റിച്ച് കൊല്ലും അല്ലെങ്കിൽ. അങ്ങനെ നമ്മളത് 1-ാം നമ്പർ ഗേറ്റിൻ്റെ അവിടെ എത്തി.
ഇവിടെ ദേ ഫുള്ള് കച്ചവടക്കാരൊക്കെ കേട്ടോ. ദൈവത്തിൻ്റെ ഫോട്ടോയും ഫ്രൂട്ട്സും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ 1-ാം നമ്പർ ഗേറ്റിൻ്റെ വേറെ വലിയ നല്ല ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. ഒരു നോർമൽ ഇടത്തരം ഹോട്ടൽ മാത്രം, ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് നമ്മളൊരു കാറ്റാടിപ്പാടം കണ്ടല്ലോ, അവിടെ കുറേ നേരം നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ പഴനി പോക്ക് നല്ല ഭംഗിയായിട്ട് നടന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനി പഴനിക്ക് മുട്ടടിക്കാൻ പോകുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.